ഈ ചൂടിനിടെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. എൽദോയ്ക്ക് വളരെ താല്പര്യമുള്ളതാണ്. അർജന്റീൻ ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എത്തുകയാണ്. ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അർജന്റീനയുടെ ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കും. അതിൽ മെസ്സിയും ഉണ്ടാവുമെന്നാണ്. മെസ്സി ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഫുട്ബോൾ കലണ്ടർ വെച്ച് നോക്കുമ്പോൾ അടുത്ത ഒരു ഓഗസ്റ്റ് സമയങ്ങളിലാണ് അതിനുള്ള സാധ്യത. ഓഗസ്റ്റിന് ശേഷം എന്നാണ് കണക്കാക്കുന്നത്. ഇത് ഈ നാളുകളായി നടക്കുന്ന ഒരു ചർച്ചയാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു ഭീമമായിട്ടുള്ള തുകയായിരുന്നു അതിന്റെ പ്രതിസന്ധി. മറ്റൊന്ന്, ഈ അർജന്റീന ടീമിന് ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ അവരും ഒരു വലിയൊരു ഫീ ആവശ്യപ്പെടും. അത് നമുക്ക് എത്രത്തോളം ഫീസിബിൾ ആണ് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ സ്പോൺസർമാരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ മന്ത്രി പറയുന്നത്, വി അബ്ദുറഹ്മാൻ പറയുന്നത്, ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ഇതിന്റെ ചെലവ് വഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. പക്ഷേ സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരിക്കും ഈ മത്സരം നടത്തുക. ഇനി അതിന്റെ മറ്റൊരു പ്രധാന പ്രശ്നം എതിരാളി ആരാണെന്ന ചോദ്യമാണ്. അതായത് ഈ അർജന്റീന ടീം എത്തണമെങ്കിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആദ്യം മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 50-ലുള്ള ഒരു എതിരാളി ആയിരിക്കണം അവിടെ വരേണ്ടതെന്ന്. അപ്പോൾ അതായത് അർജന്റീന ടീമിന് നൽകുന്ന തുകയുടെ ഒരു നിശ്ചിത ശതമാനം തുക എതിരാളികളെ വരുന്ന ടീമിന് നൽകണം. ഇനി മറ്റൊന്ന്, ഈ രണ്ട് ടീമുകളുടെയും ഈ മാനേജ്മെന്റ് ടീം സംഘം ഉൾപ്പെടെ ഇത്രമാത്രം ആളുകളെ ഉൾക്കൊള്ളിക്കാനുള്ള ഹോട്ടൽ ഫെസിലിറ്റി ഒക്കെ ഉള്ള ഒരു നഗരം കേരളത്തിൽ സാധ്യതകൾ കൊച്ചിക്ക്. അതുകൊണ്ടാണ് ആ ഓപ്ഷനിലേക്ക് വരേണ്ടി വരുന്നത്. അതായത് ഇത്രമാത്രം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ ഒരു പക്ഷേ അർജന്റീന ഫുട്ബോൾ ടീമിനെ എത്തിക്കണമെങ്കിൽ ആ മത്സരം നടത്താൻ ഒരു സാധ്യതയും സാഹചര്യമുള്ള നഗരം അത് കൊച്ചിയാണ്. ഇപ്പോൾ മഞ്ചേരിയിൽ നടത്താനായിരുന്നു ആദ്യ ശ്രമം. പ്രത്യേകിച്ചും വി അബ്ദുറഹ്മാന്റെ ഇടമാണ്. വലിയ തോതിൽ അദ്ദേഹം സന്തോഷ് ട്രോഫി ഉൾപ്പെടെ അവിടെ വലിയ തോതിൽ ഗംഭീരമായി സംഘടിപ്പിച്ചതാണ്. കേരള ബുദ്ധിമുട്ടാണ്. അതായത് അവിടെ ഒരു അത്രയും ആളുകൾ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. മാത്രമല്ല താമസ സൗകര്യം, സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇതൊക്കെ അർജന്റീന ഫുട്ബോൾ ടീം നിഷ്കർഷിക്കുന്ന തരത്തിൽ നടത്തുക എന്നുള്ളത് പ്രയാസകരമാണ്. അവിടെയാണ് കൊച്ചിക്ക് നറുക്ക് വീഴാനുള്ള സാധ്യത വരുന്നത്. അതായത് മഞ്ചേരി സ്റ്റേഡിയത്തിൽ 20,000 ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയില്ല, സമ്മതിക്കുകയാണ്. അതെ അതെ. കാരണം അവിടെ മഞ്ചേരി സ്റ്റേഡിയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കൂടുതലും ഈ ഗാലറി ബേസ്ഡ്, അതായത് ഇരിപ്പിടങ്ങളെക്കാൾ കൂടുതൽ സിമന്റ് ബെഞ്ച് പോലത്തെ ഇരിപ്പിടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പരമാവധി ആളുകളെ ഉൾക്കൊള്ളിക്കുക പ്രയാസകരമാണ്. മാത്രമല്ല ഒരു ഫിഫ ലെവൽ ഓഫ് ടർഫ് അത് കേരളത്തിൽ നിലവിലുള്ളത് കൊച്ചിയിലാണ്. അപ്പോൾ ഈ അർജന്റീന ടീമിന്റെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടാവും. ആ ഇൻസ്പെക്ഷന് ശേഷം മാത്രമേ അവർ ഒരു കൺഫർമേഷൻ തീയതി അങ്ങനെയായിരിക്കും അസോസിയേഷൻ വന്ന് തന്നെ പ്രഖ്യാപിക്കും. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ ആയിരിക്കും ഈ തീയതിയും തീരുമാനിക്കുക. പക്ഷേ ഫിഫ ഡേറ്റ് വെച്ചായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞത് ഈ ഫുട്ബോൾ ഇയർ, ഫുട്ബോൾ കലണ്ടറിന്റെ ഒരു പ്രശ്നം ഈ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുകളുടെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏതാണ്ട് മാർച്ചിന് മാത്രമാണ് ഈ ഇന്റർനാഷണൽ കലണ്ടറിൽ ഫ്രീ ഉള്ളത്. അപ്പോൾ അതിന്റെ ഊഹം ശരിയാണെങ്കിൽ ആ സമയത്ത് അർജന്റീനയ്ക്ക് ബ്രസീലിനെതിരെ ലോകകപ്പ് യോഗ്യതാ മത്സരമുണ്ട്. അപ്പോൾ ആ സമയത്ത് നടക്കില്ല. അപ്പോൾ പിന്നീട് സാധ്യതയുള്ളത് ഓഗസ്റ്റിന് ശേഷമാണ്. പക്ഷേ ഓഗസ്റ്റിലാണ് ലയണൽ മെസ്സി കളിക്കുന്ന MLS അത് ഏറ്റവും ഹൈ പീക്കിലേക്ക് വരുന്നൊരു സമയമാണ്. അപ്പോൾ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ സാധ്യത സെപ്റ്റംബർ, ഒക്ടോബർ. അതാണ് ഇപ്പം അദ്ദേഹം പറയുന്നത്. ഈ തീയതി ഇപ്പോൾ പറയാറായിട്ടില്ല, പക്ഷേ കളിക്കുമെന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ്. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരുന്നു. അതിൽ ലയണൽ മെസ്സി കളിക്കും എന്നുള്ള കാര്യവും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതിപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. മന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അതിൽ മാറ്റമുണ്ടാകും. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് സൗഹൃദ മത്സരത്തിനും പ്രദർശന മത്സരത്തിന്റെയും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിഫയുടെ റെഗുലേഷൻസിനെ പൂർണ്ണതോതിൽ പാലിക്കേണ്ടതില്ല. സൗഹൃദ മത്സരവും ഈ എക്സിബിഷൻ മത്സരത്തിന്റെയും ഒരു പ്രത്യേകതയാണ്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞത് ഈ അർജന്റീന ടീം ആക്ച്വലി കേരളത്തിലേക്ക് വരാൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്രമാത്രം ഫാൻ ബേസ് ഉണ്ടെന്ന് അവർക്ക് ബോധ്യമുണ്ട്. ഈ ലോകകപ്പ് ജയിച്ചെത്തിയ ഈ സമയത്തിൽ അർജന്റീന കേരളത്തിൽ നിന്നൊരു ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ ഉടനടി ആ ചർച്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. മാത്രമല്ല അവർ വലിയ തോതിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് സ്പെയിനിലെത്തി വി അബ്ദുറഹ്മാനും ഒപ്പം മറ്റുള്ളവരും ചേർന്ന് ചർച്ച നടത്തിയത്. പക്ഷെ അപ്പോഴും ഈ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി മാത്രമായിരുന്നു കേരളത്തിന്റെ പ്രശ്നം. പരിഹരിക്കപ്പെട്ടാൽ വളരെ ഗംഭീരമായ ഒരു ആശയമാണ്. ഒന്നല്ല, 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ അല്പം മുമ്പ് അറിയിച്ചത്. അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടിയാണ് ഇങ്ങനെയൊരു സ്ഥിരീകരണം നൽകിയത്. നേരത്തെ ഇത്തരമുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്പെയിനിൽ പോയി മന്ത്രി നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികൾ കേരളത്തിൽ വരും. അതിനുശേഷം തീയതികൾ പ്രഖ്യാപിക്കും. എവിടെയാണ് മത്സരം നടത്തുന്നത് എന്നുള്ള ചോദ്യത്തിന് കൊച്ചി മാത്രമാണ് ഇപ്പോൾ പരിഗണനയിലുള്ള വേദി. കാരണം കൊച്ചിയിലേ നടത്താൻ പറ്റുകയുള്ളൂ. അത്രമാത്രം കാണികൾ വേണ്ടിവരും. മഞ്ചേരി ആലോചിച്ചിരുന്നു, പക്ഷേ 20,000-ഓളം ആളുകളെ മാത്രമേ അവിടെ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. കൊച്ചിയാണ് പരിഗണിക്കുന്നത്. ലയണൽ മെസ്സി കളിക്കും. എതിർ ടീം ആരാണെന്നുള്ളത് പിന്നീട് തീരുമാനിക്കും. ചർച്ചയിലുള്ള പേര് ഞാൻ പറയാം. ഖത്തറും സൗദി അറേബ്യയാണ് ഇപ്പോൾ പ്രധാനമായും ലയണൽ മെസ്സി കളിക്കുന്ന അർജന്റീന ടീമിനെതിരെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇനി അതിന്റെ മറ്റൊരു രസകരമുള്ള ഫാക്ടർ
ഈ മത്സരം നടക്കേണ്ടത് ഓഗസ്റ്റ് കഴിഞ്ഞാണെങ്കിൽ, അതായത് അടുത്ത വേൾഡ് കപ്പിന് ഏതാണ്ട് 6 മാസം മുമ്പ് മാത്രമായിരിക്കും കേരളത്തിലേക്ക് അർജന്റീന ടീം എത്തുക. മനസ്സിലായി? അപ്പൊ അതിന്റെ മറ്റൊരു 2 ഫാക്ടർ ഉണ്ട്. അവർ ഈ ഇഞ്ചുറി കൺസേൺ ആലോചിക്കും. മറ്റൊന്ന് മെസ്സിയൊക്കെ വന്നിറങ്ങി പോകാനുള്ള സാധ്യതയായിരിക്കും. എന്തായാലും വരുന്നു, മുഖം കാണിക്കുന്നു എന്നുള്ളതാണോ എന്നതാണ് അല്ലെ. എന്തായാലും ശരിയാണ്. എന്തായാലും ഒരു നേട്ടം തന്നെയാണ്. അർജന്റീനൻ ഫുട്ബോൾ ടീം ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ഇടം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേരളത്തിലേക്ക് വരാൻ അർജന്റീനൻ ഫുട്ബോൾ ടീമിന് താല്പര്യമുള്ളത്. ആ താല്പര്യം മനസ്സിലാക്കി തന്നെ മന്ത്രി വി അബ്ദുറഹ്മാൻ നേരിട്ട് ഇടപെട്ട് ഇത്തരം ഒരു ചർച്ച നടത്തി. അതിന്റെ ഫലമായിട്ടാണ് അർജന്റീനൻ ഫുട്ബോൾ ടീം